ആരോരുമില്ലാത്ത കിടപ്പ് രോഗികൾക്ക് ആശ്രയമാവാൻ തലശ്ശേരി സോഷ്യൽ വെൽഫെയർ ട്രസ്റ്റിന്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നു. ധനശേഖരണാർത്ഥം ഞായറാഴ്ച തലശ്ശേരിയിൽ ഗാനമേള, മെഗാ ഷോ എന്നിവ സംഘടിപ്പിക്കുന്നു. തലശ്ശേരി സാന്റ് ജോയ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ പ്രശസ്ത താരങ്ങളായ റിമി ടോമി, മധു ബാലകൃഷ്ണൻ എന്നിവർ നയിക്കുന്ന ഗാനമേളയും നൃത്യങ്ങളും അടങ്ങുന്ന മെഗാ ഷോ അരങ്ങേറും. പരിപാടിയുടെ ഉദ്ഘാടനം വൈകിട്ട് ഷാഫി പറമ്പിൽ MP നിർവഹിക്കും. 12 ഞായറാഴ്ച വൈകുന്നേരം 5 മണിയോടെ ആരംഭിക്കും. 5 മണിക്ക് നമ്മുടെ ഈ നാട്ടിലെ കുറെ കലാസുഹൃത്തുക്കൾക്കൊക്കെ അവതരിപ്പിക്കാറില്ല, അവർക്ക് ഗാനങ്ങളും നൃത്തങ്ങളും അവതരിപ്പിക്കാനുള്ള ഒരു സൗകര്യങ്ങളും. 6 മണിക്ക് ഈ നമ്മുടെ 7 കഴിഞ്ഞ് 8ാം വാർഷികത്തിന്റെ ഉദ്ഘാടനം. ഇതിപ്പം ഷാഫി പറമ്പിൽ MP ഉണ്ട്, ശിവദാസൻ MP, സന്തോഷ് കുമാർ MP, ആർച്ച് ബിഷപ്പ് ഗോകുലം ഗോപാലൻ, തലശ്ശേരി സബ് കളക്ടർ, തലശ്ശേരി ASP ഡോക്ടർ പിയൂഷ് സമ്പൂർപ്പാട്, പാറക്കൽ അബ്ദുള്ള XMLA, PK കൃഷ്ണദാസ് തുടങ്ങിയ ആളുകളെല്ലാം ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ ഒരു ചെറിയ സമയം കൊണ്ട് ആ ഉദ്ഘാടന ചടങ്ങ് പൂർത്തിയാക്കി നമ്മുടെ ഗാനമേള പരിപാടിയിലേക്ക് കടന്നു. ഗാനമേളക്കും അവിടെയും നൃത്തങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അതും ഗാനമേളയും കൂടി അതിനൊരു 3-3.5 മണിക്കൂർ സമയമെടുക്കും. ഇപ്പോൾ വൈകുന്നേരം അത് ആ പരിപാടി 7 മണിക്ക് തുടങ്ങിയാൽ ഒരു 10:30 വരെ ആ പരിപാടി ഉണ്ടാവും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ട്രസ്റ്റ് ഭാരവാഹികളായ MP അരവിന്ദാക്ഷൻ, മേജർ P ഗോവിന്ദൻ, KS ശ്രീനിവാസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ്, അതായത് ഒരു പാലിയേറ്റീവ് ഹോസ്പിറ്റൽ നമ്മള് വീടുകളിലൊക്കെ ഹോം കെയറിന് വേണ്ടി പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ഈ കിടപ്പ് രോഗികളൊക്കെ മിക്കവാറും അവഗണിക്കപ്പെട്ട് വീടുകളിൽ കഴിയുകയാണ്. അപ്പൊ അവരെ ശരിക്കും ശ്രദ്ധിക്കാനൊന്നും ആളുകൾ അവരുടെ വീട്ടിൽ തന്നെ ഇല്ല. അപ്പൊ അവർക്ക് എന്താ പറയേണ്ടത്, മരണാസന്നരായിട്ട് കിടക്കുന്ന കുറെ പേരുണ്ടല്ലോ, അവർക്കൊരു റോയൽ ഡെത്ത് കൊടുക്കുക എന്നുള്ള ഒരു ആശയം കൂടിയാണ് നമ്മുടെ ഇതിലുള്ളത്. അതിനാണ് നമ്മൾ പാലിയേറ്റീവ് കെയർ ഹോസ്പിറ്റൽ, അതിന് ഹോസ്പൈസ് സംവിധാനം എന്നാ പറയാം, അത് തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഏകദേശം 50 ബെഡുള്ളത്. ഇപ്പൊ നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ 50 പേരൊന്നല്ല കിടപ്പ് രോഗികളായിട്ടുള്ള ആൾക്കാർ, അതിൽ കൂടുതൽ കാണും. അപ്പൊ ഏറ്റവും കഷ്ടപ്പെടുന്ന ഒരു 50 പേരെ എങ്കിലും താമസിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഹോസ്പിറ്റൽ സംവിധാനമാണ് നമ്മൾ ആലോചിക്കുന്നത്. സമഗ്ര ന്യൂസ്, പാനൂർ.